ചേടാ ഇന്നും കിഴങ്ങാണോ? എന്താ പറ്റൂലേ? എന്നാലേ കിഴങ്ങിനെ കൊണ്ട് നമുക്ക് വേറൊരു സംഭവം ഉണ്ടാക്കാം. തൊലി കളഞ്ഞ് വൃത്തിയാക്കി പരമാവധി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കിഴങ്ങിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് നല്ല പോലെ അത് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് അത് ഊറ്റി അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അല്പാൽപമായി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളം കുറച്ചധികം ആവശ്യം വരും. നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വേറൊരു പാത്രത്തിൽ നമുക്കിനി 2 കപ്പ് അരിപ്പൊടി ചേർത്ത് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കുറച്ച് എള്ള് അതിൻ്റെ കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് കിഴങ്ങിലും ചേർത്ത കാര്യം പ്രത്യേകം ഓർക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെണ്ണ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അഥവാ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കുക. അധികം ടൈറ്റ് അല്ലാതെയും അധികം ലൂസ് അല്ലാതെയും രീതിയിൽ നന്നായി കുഴച്ചെടുത്ത് കുഴച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിന് ശേഷം നമുക്ക് സേവനാഴി എടുത്ത് അതിൽ മുറുക്കിൻ്റെ അച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ പുരട്ടി നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് അത് റെഡിയാക്കി വയ്ക്കുക. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ചേർത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ മുറുക്ക് നമുക്കതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുക. എന്നിട്ട് അത് 2 സൈഡും നല്ലപോലെ വറുത്തെടുക്കുക. നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം മാത്രം പോരുക. 2 സൈഡും നല്ല രീതിയിൽ തന്നെ വറുക്കാൻ ശ്രമിക്കണം. അങ്ങനെ വറുത്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ കിഴങ്ങ് മുറുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ വളരെ ക്രിസ്പി ആയിട്ടുള്ളതാണ് നമ്മുടെ കിഴങ്ങ് മുറുക്ക്. ക്രിസ്മസ് എത്രയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.